പരിചയമുണ്ടല്ലേ അച്ഛനെ നേരത്തെ തന്നെ? ചെറുതായിട്ട്. ചേച്ചീനെ എനിക്കറിയാവുന്നത് കുറച്ചും കൂടെ ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പാണ്. ഞങ്ങൾ ജീസസ് യൂത്തിൽ ഒരുമിച്ചാണ് ചേച്ചിയും ഞങ്ങൾ മിനിസ്ട്രിയിൽ ആക്റ്റീവ് ആകുന്നത്. ഞാൻ ഓഡിയോ വിഷ്വൽ, ഇന്ന് തിയേറ്റർ മിനിസ്ട്രി എന്ന് പറയും. ചേച്ചി മ്യൂസിക് മിനിസ്ട്രിയിലായിരുന്നു. ചേച്ചി വരുന്നതൊക്കെ SOS എന്ന് പറഞ്ഞൊരു മ്യൂസിക് പ്രോഗ്രാമിന് വേണ്ടിയൊക്കെയായിരുന്നു. അന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പം ക്യാമ്പസിൽ ഞങ്ങൾ ക്യാമ്പസ് മിനിസ്ട്രിയിലും ടീംസ് മിനിസ്ട്രിയിലും ആക്റ്റീവ് ആകുമ്പം നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മിനിസ്ട്രി ചെയ്യുന്നു, സന്തോഷിക്കുന്നു, എല്ലാം കർത്താവിനെ പുകഴ്ത്തുന്നു, ഇങ്ങനെ ഈശോയിൽ ലയിച്ച് ജീവിച്ച് എൻജോയ് ചെയ്യുന്ന സമയങ്ങൾ, ഇങ്ങനെ സഹനങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഞങ്ങൾ നൗഷേറ്റിൽ, ഞാനും ജെർലച്ചനൊക്കെ ഒരുമിച്ചായിരുന്നു. നൗഷേറ്റിലായിരുന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല? ഒന്നും അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു ഈശോയുടെ പ്രിയപ്പെട്ട ഒരു മകള് വളരുന്നുണ്ടായിരുന്നത്. ഇങ്ങനെ ഇത് വന്നതും രോഗം വന്നതും നെറ്റ് കിട്ടിയതോ ഒന്നും അറിയാണ്ടുള്ളൊരു സെമിനാരി ലൈഫിലായിരുന്നു ഞങ്ങൾ. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങി. വെക്കേഷൻ വരുമ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ നമ്മൾ ഡെത്ത് ആനിവേഴ്സറിക്ക് വരും, ബർത്ത്ഡേ ആണ് നമ്മൾ കൂടുതൽ ആഘോഷിച്ചിരുന്നത്. അപ്പോൾ ഈശോയിൽ ലയിച്ച് ജീവിച്ച ഒരു ചേച്ചി എപ്പോഴും പറയും. ഞാനപ്പം എൻ്റെ പട്ടത്തിൻ്റെ സമയത്ത് ഞങ്ങൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്ന വിശുദ്ധരോട് ഓരോ ഗിഫ്റ്റ് കൊണ്ടുവരാൻ പറയും, ഞങ്ങൾ പേഴ്സണൽ ഇഷ്ടമുള്ള വിശുദ്ധരോട്. അതുപോലെ ഞാൻ അജന ചേച്ചി വിശുദ്ധരായിട്ടില്ലെങ്കിലും ചേച്ചിയെടുത്ത് പറഞ്ഞു യൂക്കറിസ്റ്റിക് ഡിവോഷനായുള്ള ഗിഫ്റ്റ് എനിക്ക് വേണ്ടി കൊണ്ടുവരണമെന്ന് ഞാൻ ചേച്ചിയോട്. അങ്ങനെ ഒരു ബന്ധം ചേച്ചിയായിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞിട്ടുള്ള അച്ഛൻ ചേച്ചി. അത് വലിയൊരു കാര്യം അല്ലേ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉള്ളൊരു ബന്ധം. ഇപ്പോൾ എനിക്കും അഖിലച്ഛനും ഒക്കെ എനിക്ക് തോന്നും അതിനുശേഷം അജന എന്നൊരു വ്യക്തി ജീവിച്ച് മരിച്ചതിന് ശേഷമാണ് ആ ഒരു പരിചയം ഉണ്ടാകുന്നത്. അജനെ കാണുമ്പോൾ, അജനയുടെ പിക്ചർ കാണുമ്പോൾ എപ്പോഴും ഒരു ജോയ് ആണല്ലേ. എനിക്ക് ഈ ഒരു വചനം ഓർമ്മ വരുന്നത്, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളും നന്ദി പറയുവിൻ. ജെർലച്ചനും നല്ലൊരു പരിചയമുണ്ട്. എനിക്ക് ഇത്ര ഡയറക്റ്റ് ആയിട്ടുള്ള പരിചയമില്ല, പക്ഷെ എന്നാലും ഞാൻ കൂടുതലും അജ്നയുടെ ഫ്രണ്ട്സിൽ നിന്നും അജ്ന ചേച്ചിയുടെ ജീവിതം വായിക്കുന്നതിൽ നിന്നൊക്കെയാണ് കൂടുതൽ പരിചയപ്പെട്ടിട്ടുള്ളത്. പിന്നെ ജീസൂത്ത് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഇതിന് മുൻപ് പല വേദികളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ചേച്ചി എപ്പോഴും നമുക്കൊരു ചലഞ്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനാരിലൊക്കെ ഇപ്പോൾ നമ്മൾ ജീവിക്കുമ്പോഴും നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം, ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒരു വൈദികനായിരിക്കുമ്പോഴും ആ ഒരു പ്രീസി ലൈഫ് ജീവിക്കാനായിട്ട് ഏറ്റവും ചലഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ രോഗാവസ്ഥയെ പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വായിക്കുന്നത് പല ആർട്ടിക്കിളിലൊക്കെ വായിച്ചത് ശരിക്കും ചലഞ്ചിങ് ആണ്. മരിക്കാനായിട്ട് ബെഡിൽ കിടക്കുമ്പോൾ പോലും ആ ഇടവകയിലെ വൈദികനെ പോലും ചലഞ്ച് ചെയ്ത് ഫ്ലൂയിഡ് രൂപത്തിൽ പോലും ദിവ്യകാരുണ്യം ഈശോനെ സ്വീകരിക്കാനായിട്ട് കാണിക്കുന്ന ആ ഒരു തീഷ്ണത, ശരിക്കും വൈദികരായിട്ട് നിൽക്കുമ്പോൾ ഈശോനെ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ട് നമ്മുടെ ലൈഫ് ഡെയിലി ജീവിക്കാനായിട്ടുള്ളൊരു പ്രചോദനം നൽകുന്ന ചേച്ചിയാണ്. അഖിലച്ഛൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ്? അജന ചേച്ചിയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് അജന ചേച്ചിയെക്കുറിച്ച് എഴുതിയ ആ ബുക്ക് വായിച്ചിട്ടാണ്. ആ ബുക്ക് വായിച്ച സമയങ്ങളിൽ എന്നെ ഏറെ സ്പർശിച്ച കാര്യം, അത്ര പെട്ടെന്നൊന്നും എനിക്ക് ആ ബുക്ക് വായിച്ച് തീർക്കാൻ പറ്റിയില്ല. ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴും ഈ ഒരു ലൈഫ് ജെർലച്ചൻ പറഞ്ഞതുപോലെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത സമയങ്ങളായിരുന്നു. ചേച്ചിയുടെ ഓരോ ചാപ്റ്ററും ഓരോ നിമിഷവും ചേച്ചി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ദിവ്യകാരുണ്യത്തിന് വേണ്ടി എടുത്ത ആ ഒരു ജീവിതത്തിലെടുത്ത അത് കൊടുത്ത വില, അതൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു കാര്യം. ശരിക്കും എത്ര തവണ ആ ഒരു നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പം ആ ബുക്ക് വായിക്കുന്ന സമയങ്ങളിൽ കണ്ണുനീര് വന്ന സമയങ്ങൾ പോലും ഉണ്ട്. ശരിക്കും എങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം അത് ഒത്തിരി ചിന്തിപ്പിച്ച കാര്യമാണ്. നമുക്ക് ആക്ച്വലി അജന ചേച്ചിയുടെ കൂടെ ഒരു പാട്ട് പാടാൻ കറക്റ്റ്. തീർച്ചയായും അതെ, അജന അത് കേൾക്കുന്നുണ്ടാവും, സ്വർഗത്തിലിരുന്ന് ഈ പാട്ടിൽ നമ്മുടെ കൂടെ പാടുന്നുണ്ടാവും. യെസ്, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ അച്ഛാ? നീ എൻ്റെ പ്രാണനല്ലോ, നിത്യജീവന്റെ മാർഗമല്ലോ, നീ എൻ്റെ പ്രാണനല്ലോ, നിത്യജീവന്റെ മാർഗമല്ലോ, നിന്നിൽ ചിരം വസിക്കാൻ എന്നെ നിന്റേതായി മാറ്റിയിടുവാൻ, നിന്നിൽ ചിരം വസിക്കാൻ എന്നെ നിന്റേതായി മാറ്റിയിടുവാൻ, ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൽ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ.
ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു എന്താ പറയുക ഒരു ബ്ലെസ്സഡ് മൊമെൻ്റ് ആയിരുന്നു. നമ്മൾ മാതാവിൽ നിന്ന് തുടങ്ങി ഇതിപ്പോൾ വന്നിരിക്കുന്ന ഈശോയുടെ അടുത്താണ്. അപ്പം താങ്ക് യു ഫോർ ഹാവിങ് എസ്. ഞങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണം. നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ദൈവജനത്തിൻ്റെ നിലവിളിക്കുള്ള പ്രത്യുത്തരമാണ് ഓരോ ദൈവവിളിയും. ആക്ച്വലി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വി നീഡ് യുവർ പ്രേയേഴ്സ്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ ന്യൂ ജൻ പ്രീസ്റ്റിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓർക്കുക. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. താങ്ക് യു ഫോർ ഹാവിങ് us.